ഡെവലപ്പിങ്ങിൻ്റെ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ടാബ്സാണ്. അതിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ഡോക്യുമെൻറ്റേഷനും ഒരുപാട് കാര്യങ്ങളും API ഡോക്സും എല്ലാം എടുത്ത് ഉള്ള ടാബ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ടാബും അല്ലാതെ വർക്കായിട്ടുള്ള ടാബും അതിൽ ജിമെയിലും ഡോക്യുമെൻറ്റ്സും ഷീറ്റും, അപ്പോൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഡെവ് ടാബ് മാനേജർ ഉണ്ടായി. ഈ ഡെവ് ടാബ് മാനേജറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടാബ്സ് സെലക്ട് ചെയ്ത് അത് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അത് ഇപ്പോൾ ഇതിവിടെ 2 ഗ്രൂപ്പാണ്, ഒന്ന് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പും ഒന്ന് പ്രൊജക്റ്റ് ഗ്രൂപ്പും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിൽ എല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ വർക്ക് മാത്രമേ ആ ഗ്രൂപ്പിൽ ടാബ് ആവുള്ളൂ, പ്രൊജക്റ്റ് ഗ്രൂപ്പിലും ആ പ്രൊജക്റ്റിൻ്റെ മാത്രം. അപ്പോൾ ഇത് ലോക്കൽ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ബ്രൗസർ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് ടാബും ഡെവലപ്മെൻറ്റ് ടാബും പിന്നെയും എടുക്കാം. അതാണ് ഇവിടെ ഇതിൽ വരുന്ന ഒരു ഫീച്ചറായിട്ട് വരുന്നത്. അപ്പോൾ ഇത് എക്സ്റ്റൻഷൻ ഹബ് എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഡെവ് ടാബ് മാനേജർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേർഷൻ എടുത്തിട്ട് ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവും. അതിൽ ക്രോമിൻ്റെ എക്സ്റ്റൻഷനിൽ ചെന്നിട്ട് ആ ക്രോമിൻ്റെ എക്സ്റ്റൻഷനിൽ ആ സിപ്പ് ഫയല് അൺസിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഇത് ലോഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ എക്സ്റ്റൻഷൻ അവിടെ വിസിബിൾ ആവും. അങ്ങനെ നിങ്ങൾക്ക് ആ എക്സ്റ്റൻഷൻ അവിടെ യൂസ് ചെയ്യാം.